ആ ലിയാക്കട്ടെ പറയൂ. എന്നെ 11 വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വൈകി പോയി വിളിച്ചപ്പോ. കുഴപ്പമില്ല പറഞ്ഞോളൂ. ആ ഓക്കെ. ഞാൻ നിങ്ങളുടെ ഈ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്നതാണ്. ഞാൻ ഒരു വിശ്വാസി ആയിരുന്നു നേരത്തെ, ഒരു 48 വയസ്സ് വരെയൊക്കെ. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വെച്ചാൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോ നിങ്ങളുടെ വീഡിയോസ് ഞാൻ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് ഈ ബിലീവേഴ്സ് വിളിക്കണ സമയത്ത് അറിയാലോ നമുക്ക്. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവര് ഓരോ സാധനങ്ങളെ സമീപിക്കുന്നത് എങ്ങനെയാണ്. ചില ആൾക്കാര് ഒട്ടും തന്നെ പക്വതയില്ലാത്ത സമീപനം ഉണ്ടാവും. വേറെ ചിലവര് കുറച്ചും കൂടിയൊക്കെ ഒരു റാഷണൽ സമീപനം ഉണ്ടാവും. അപ്പൊ അതൊക്കെ കേൾക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ, ഈ 24 ന്യൂസിന്റെ ഒരു പരിപാടിയില് ഒരു പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിസ്കഷനിൽ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് നിങ്ങളുടെ ആ പ്രസന്റേഷൻ നല്ല കറക്റ്റ് ലോജിക്കലായിരുന്നു. എന്റെ ഒരു വിചാരത്തിനോട് ഒക്കെ വളരെയധികം കറക്റ്റായിട്ട് ഒത്തുപോകുന്ന ഒരു സമീപനമാണ് നിങ്ങളുടേത്. അപ്പോ അത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഓക്കെ. അപ്പോ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കുറച്ച് ദിവസമായി. ഫ്രീ അല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഈ വിശ്വാസികൾ ഈ ബിലീവേഴ്സ് വിളിക്കുന്ന സമയത്ത് അവർ പറയുന്ന 1-2 കാര്യങ്ങളിൽ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഈ ദൈവമില്ലാണ്ട് എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി, അങ്ങനെ അല്ല ദൈവമില്ലെങ്കിൽ എങ്ങനെ ശരിയാകും എന്നൊക്കെ ഉള്ള രീതിയിലും ചില ചോദിക്കാറുണ്ട് പലരും. അപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യുക്തിപരമായിട്ട് ചില ചിന്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് ദൈവത്തിന്റെ ആവശ്യം തോന്നുന്ന ഒരു കാര്യം പോലും കാണാറില്ല എന്നല്ല, കണ്ടിട്ടില്ല ഇതുവരെ. അതിന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഈ നെപ്പോളിയന്റെ കാലത്ത് ജീവിച്ചിരുന്ന ലാപ്ലേസ് എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ട്. മാത്തമാറ്റീഷ്യൻ മാത്രമല്ല, ഒരു ഫിസിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മാത്തമാറ്റീഷ്യൻ ആയിട്ടാണ് അയാളുടെ ഒരു പേര് ഉള്ളത്, മാത്തമാറ്റീഷ്യൻ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ടാക്കിയ ഇയാളാണ്. അത് ഭയങ്കര ഫേമസ് ആണത്. എഞ്ചിനീയറിംഗിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. മാത്തമാറ്റിക്സ് ആണത്, പക്ഷെ എഞ്ചിനീയറിംഗിൽ ഭയങ്കരമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉള്ളതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അയാള് ഒരു ബുക്ക് എഴുതിയ സമയത്ത് നെപ്പോളിയൻ ആ ബുക്ക് കണ്ടിട്ട് അയാളോട് ചോദിച്ച്, ഈ ബുക്ക് വായിച്ചതിന് ശേഷം ചോദിച്ച്, ഇതില് ഗോഡിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ, അപ്പൊ ഗോഡിനെ പറ്റി ഒന്നും പറയാത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്തരവുണ്ട്. അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഗോഡിന്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒന്നും ഞാൻ ഇതുവരെ കണ്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോ നമ്മളിപ്പോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം ഉണ്ടാക്കുന്നതായാലും എന്ത് സാധനത്തിനായാലും ഇതുവരെ ആയിട്ടും ഗോഡിന്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഗോഡ് വേണം എന്ന് തോന്നുന്ന ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോഡിനെ അംഗീകരിക്കാൻ പറ്റാത്തത്. സിമിലർലി തന്നെയാണ് ഈ പ്രേതം, അല്ലെങ്കിൽ ചില യക്ഷി, മാടൻ, മറുത, അങ്ങനെയുള്ള സാധനങ്ങൾ. ഹോമിയോ മരുന്നായാലും എക്സാക്ട്ലി ഇത് തന്നെയാണ്. ഹോമിയോയുടെ ഒരു കറക്റ്റ്നെസ് ഫീൽ ചെയ്യുന്ന ഒന്നും തന്നെ നമുക്ക് ഇല്ല. അതുകൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഹോമിയോ ശരിയല്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗോഡിന്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഗോഡില്ല, അത്രേ ഉള്ളൂ. ഈ പ്രപഞ്ചം ഉണ്ടാക്കണമെങ്കിലും അല്ലെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഒരു പ്രശ്നം വെച്ചാൽ, ഇപ്പൊ ദൈവമില്ലാതെ എങ്ങനെ ശരിയാവുന്ന വെച്ചാൽ, അവർക്ക് ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് ദൈവവിശ്വാസത്തിന് എന്തെങ്കിലും റീസൺ വേണമല്ലോ. അപ്പൊ അതിന് പ്രപഞ്ചത്തിന് പുറത്തു കൊണ്ടുപോയിട്ട് ദൈവത്തിനെ ഒന്നങ്ങ് നിർത്തുകയാണ്. അവിടെ ആളില്ലാതെ ശരിയാവില്ലാന്ന്. അപ്പൊ വാസ്തവത്തിൽ പ്രപഞ്ചത്തിന് പുറത്തൊരു ദൈവമില്ല. ദൈവമുള്ളത് പ്രപഞ്ചത്തിനകത്ത്, ഭൂമിയിൽ, മനുഷ്യന്മാർക്കിടയിൽ മാത്രമാണ്. അതും ഈ നിസ്സാരമായിട്ടുള്ള ഭൂമിയിൽ, നിസ്സാരമായിട്ടുള്ള. പിന്നെ വേറൊരു കാര്യം അവർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബിഗ് ബാങ്ങിനെ പറ്റി ചോദിക്കും. ബിഗ് ബാങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന്റെ സ്റ്റാർട്ടിങ് അല്ലേ എന്ന് ചോദിക്കും. ബിഗ് ബാങ്
ബിഗ് ബാങ്ങിലൂടെ അല്ലേ സ്റ്റാർട്ട് ചെയ്തത് എന്ന് ചോദിക്കും. പക്ഷേ അതിന്റെ ഉത്തരം അങ്ങനെയല്ല. അത് ബിഗ് ബാങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതല്ല, ബിഗ് ബാങ്ങിന് മുന്നേ എന്തായിരുന്നു എന്ന് അറിയാനുള്ള ഒരു ഫിസിക്സിന് എന്ന് വെച്ചാൽ അത് ലിമിറ്റേഷൻ അല്ല, എന്താണ് ഇതല്ല ലിമിറ്റേഷൻ അല്ല, ബിഗ് ബാങ്ങിന് മുന്നേ എന്താണെന്നുള്ള അറിയാൻ പറ്റില്ല. കാരണം ബിഗ് ബാങ്ങിന്റെ സമയത്താണ് ടൈം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിലവിലുള്ള എക്സിസ്റ്റിംഗ് നിലവിലുള്ള യൂണിവേഴ്സ് അത് തന്നെ. കറക്റ്റ്. അപ്പോ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോജർ പെൻറോസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു CCC എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, സൈക്ലിക് കോസ്മോളജി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റില് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്ലിക് ആണ്, വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ ഇത് വെച്ചുള്ളത് ഇപ്പോഴത്തെ ഈ സ്റ്റാറുകളെല്ലാം കത്തി തീർന്ന് എല്ലാ മെറ്റീരിയൽസും ഇല്ലാണ്ടാകുന്നതോടുകൂടി ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഇല്ലാണ്ടാവും, മാറ്റർ ഇല്ലാണ്ടാവും. അപ്പൊ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനർജി മാത്രമാകും. എനർജി മാത്രമായി കഴിയുമ്പോഴേക്കും അതില് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിനോ അല്ലെങ്കിൽ സ്ഥലത്തിനും ഒരു പ്രസക്തിയും ഇല്ലാണ്ടാവും. അതോടുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. പിന്നീട് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമില്ലാത്ത അവസ്ഥയിൽ എത്ര നാൾ തുടരുന്നു എന്നുള്ള ചോദ്യത്തിന് മീനിങ് ഇല്ല, കാരണം സമയമില്ലല്ലോ. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് അന്നേരം പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് ബാങ്ങിനുള്ള കളം ഒരുങ്ങി എന്നുള്ളതാണ്. അപ്പൊ നെക്സ്റ്റ് ബിഗ് ബാങ് ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അതൊക്കെ വെച്ചാൽ കൺസെപ്റ്റുകളാണ്, പക്ഷെ അത് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസുകൾ കുറെ കിട്ടിയിട്ടുണ്ട്. സപ്പോർട്ടിംഗ് എവിഡൻസുകൾ കുറെ ഉണ്ട്. അല്ല, അത് ഈ സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞതുപോലെ ഈ ബിഗ് ബാങ്ങിന് മീൻസ് പുള്ളി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത്, ബിഗ് ബാങ്ങിന് മുമ്പ് ഉണ്ട് എന്നുള്ള ചോദ്യം തന്നെ തെറ്റാണ്. കാരണം സമയം തുടങ്ങുന്നത് നമ്മളുടെ യൂണിവേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്ഥലവും സമയവും തുടങ്ങുന്നത്, സ്പേസും ടൈമും തുടങ്ങുന്നത് ഈ ബിഗ് ബാങ്ങിലൂടെയാണ്, ഈ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഈ യൂണിവേഴ്സിന്റെ മുമ്പ് ഈ യൂണിവേഴ്സിന് എന്തായിരുന്നു എന്ന് ചോദിക്കുന്നത് അർത്ഥമില്ലാത്തൊരു ചോദ്യമല്ലേ? ഒരു അപ്സൈഡ് ചോദ്യമാണ്. ഈ ലോജിക്ക് അവര് പ്രഖ്യാപിക്കാറുണ്ട്, മീൻസ് അവര് പ്രയോഗിക്കാറുണ്ട്. ദൈവത്തിനെ ആര് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ അവർ ഈ ലോജിക്ക് അപ്ലൈ ചെയ്യും. മനസ്സിലായോ? അതായത് ഇപ്പൊ ദൈവവിശ്വാസികളോട് എല്ലാത്തിന്റെ പിന്നിലും സൃഷ്ടാവുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുമ്പോ പറയാം അങ്ങനെ ചോദിക്കാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറയും. അങ്ങനെ ചോദിക്കാൻ പാടില്ല. ശരിക്കും അവരുടെ ലോജിക്ക് അനുസരിച്ചിട്ട് ദൈവത്തിന് മുമ്പ് ആരാന്ന് അവര് പറയണം. ബിഗ് ബാങ്ങിൽ വരുമ്പോഴത്തേക്ക് പിന്നെ അതിന്റെ മുൻപ് എന്തായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ വലിയ പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രകൃതി, ഇത്രക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള മനുഷ്യ ശരീരം, അപ്പോ ഇതിന്റെ പിന്നിൽ ഒരാള് വേണ്ടേ എന്ന് ചോദിക്കാനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതീവ കോംപ്ലക്സ് ഒരാളായിരിക്കണമല്ലോ. അല്ല, അതിപ്പോ അവര് പറയുന്നതെന്ന് വെച്ചാല് അങ്ങനെ നിർബന്ധമില്ല സയൻസിൽ എന്നാണ്. അതായത് ശാസ്ത്രീയമായിട്ട് അങ്ങനെ ഒരു സിദ്ധാന്തമല്ല. അതായത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൃഷ്ടിയുടെ പിന്നിൽ അതിനേക്കാൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വസ്തു വേണം എന്ന ലോജിക്ക് ശരിയല്ല എന്നാണ് പറയാ. ലോജിക്കൽ ഫാലസി ആയിട്ടാണ് പറയാ. ഞാൻ ചോദിക്കുന്നത് അതല്ലേ, ഞാൻ ഇവരിത് ചോദിക്കുമ്പോ പറയാറുള്ളത് ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഏതിന്റെയൊക്കെ പിന്നിൽ നിന്ന് ഇവരോട് തിരിച്ചു ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ആളെ കുറിച്ച് ഇവർക്ക് കൃത്യമായ ധാരണയും വിവരം വരെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ ഏതിന്റെയൊക്കെ പിന്നില് ഏതിന്റെ പിന്നില്? ഈ പ്രപഞ്ചത്തിന് പിന്നിൽ. എന്താണ് പ്രപഞ്ചം? ഇപ്പൊ ദൈവികമായിട്ടുള്ള സങ്കല്പത്തില് മതഗ്രന്ഥങ്ങൾ പറയുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങളാണ് ഇവരുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഖുർആനിലേക്ക് വന്നാൽ ആകാശവും ഭൂമിയും അതിന്റെ ഇടയിലുള്ളതും ഇത്രേ ഉള്ളൂ സാധനം. മനസ്സിലായോ? അപ്പൊ ഇവര് പറയുന്ന നമ്മളെ നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ, നക്ഷത്രങ്ങള് സൂര്യനേക്കാളും ചെറിയ ഒരു വസ്തുവായിട്ടാണ് ഇവര് കാണുന്നത്. മനസ്സിലായോ? അപ്പൊ സൂര്യൻ നക്ഷത്രമാണെന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്ത ഒരു കാലത്ത് മനുഷ്യര് കണ്ട ഒരു പ്രപഞ്ച വീക്ഷണം എന്ന് പറഞ്ഞത് ഭൂമിയും. അപ്പൊ ഇപ്പൊ നമ്മളോട് ചോദിക്കുന്ന ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന പ്രപഞ്ചത്തിൽ ഇവര് പറയുന്ന കിതാബിൽ ഒരു കോംപ്ലക്സും ഇല്ല. ഒരു സൂര്യനും ഒരു ചന്ദ്രനും കുറച്ച് നക്ഷത്രങ്ങൾ ആകാശത്ത് അലങ്കാരമായിട്ട് തൂക്കിയിട്ടുണ്ട്. സൂര്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആകാശത്തിന് മുകളിൽ കൂടി പോകും. അതിനുശേഷം അത് അസ്തമിക്കും. പിറ്റേ ദിവസം രാവിലെ അത് വന്ന് ഉദിക്കും. അതേപോലെ തന്നെ ചന്ദ്രന് നമുക്ക് മാസം അറിയാൻ വേണ്ടിയിട്ട് ദൈവം. ഇത്ര ഉള്ളു പ്രപഞ്ചം. ഇതിലെന്താ കോംപ്ലക്സ്? ഇതിനകത്തൊരു കോംപ്ലക്സ് ഇല്ല. ഈ കോംപ്ലക്സിറ്റി ഉണ്ടാവുന്നത് പ്രപഞ്ചത്തെ കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുകയും
അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ മുന്നിൽ ഇതിന്റെ കോംപ്ലക്സിറ്റീസ് ശാസ്ത്രം വിശദീകരിച്ചതുകൊണ്ടാണ് ഇത് കോംപ്ലക്സ് ആയത്. അല്ലെങ്കിൽ എന്ത് കോംപ്ലക്സ്? അല്ലെങ്കിൽ എന്താ ഭൂമി പരത്തി ഇട്ടിട്ടുണ്ട്, ഇളകാതിരിക്കാൻ വേണ്ടി ആണി അടിച്ച് പഠിച്ചനോട് വെച്ചിട്ടുണ്ട്, രാവും പകലും ഉണ്ടാക്കാൻ സൂര്യനെ കൊണ്ടു നടക്കുന്നുണ്ട്, സമയം കാലഗണന നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാസവും ദിവസവും കണക്കൂട്ടാൻ വേണ്ടി, അല്ല മാസവും വർഷം കണക്കൂട്ടാൻ വേണ്ടി ചന്ദ്രനും പെട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് എന്ത് കോംപ്ലക്സ്? ഒരു കോംപ്ലക്സിറ്റി ഇല്ല. സൂര്യൻ പോയിട്ട് ചെളിക്കുള്ളിൽ അള്ളാഹുവിനോട് പിറ്റേ ദിവസം പെർമിഷൻ ചോദിക്കും, എന്നിട്ട് തിരിച്ചു വരും. അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കാറുള്ളത്, ഈ കോംപ്ലക്സിറ്റി നമ്മളോട് പറഞ്ഞത് സയൻസ് ആണ്. സയൻസിന്റെ അന്വേഷണത്തിലൂടെ നമ്മൾ നിൽക്കുന്ന ഭൂമിയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ പുറകിലേക്ക് അന്വേഷിച്ച് പോകാൻ ശ്രമിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള അറിവുകൾ, നിഗമനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സയൻസ് ആണ്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള കോംപ്ലക്സിറ്റി, അതിന്റെ കാരണം അന്വേഷിക്കാൻ ഏറ്റവും യോഗ്യമായ മാർഗം സയൻസ് ആണ്. ഇതെന്താന്ന് പോലും അറിയാത്ത ഒരു കാലത്ത് മനുഷ്യന്മാര് പറഞ്ഞതിന്റെ പിന്നിലുള്ള ഭാവന കഥയിലുള്ളതാണ് ഈ ദൈവം. കസേരയിലിരുന്ന് പിന്നെ ഫൂട്രസ്റ്റിലേക്ക് കാല് കയറ്റി വെച്ചിരിക്കുന്ന ദൈവം. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി മനുഷ്യൻ എന്ത് ചെയ്യണ്ട, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അത് നോക്കിയിരിക്കുന്നത്. പാപം ചെയ്യണ്ട, പുണ്യം ചെയ്യണ്ട എന്ന് നോക്കി. ബ്ലൂ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മങ്ങിയ നീലക്കുത്ത് എന്ന് പറഞ്ഞ സിദ്ധാന്തം മീൻസ് ഇതുണ്ടല്ലോ, ആ ഒരു പുസ്തകം, ഒരു ഫോട്ടോ ഉണ്ട്, ഫോട്ടോ. അതിനെ കുറിച്ച് ഒരു പുസ്തകം ഉണ്ട്, ഒരു പുസ്തകത്തിലെ ഒരു പരാമർശം ഉണ്ടല്ലോ. അപ്പൊ ഈ പുസ്തകവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മളിപ്പോ ആലോചിച്ചാൽ പോലും ഈ ദൈവം ഇപ്പൊ ഈ യൂണിവേഴ്സിൽ ഭൂമിയുടെ വലിപ്പം എന്താന്നുള്ളതാണ് ഇപ്പൊ ആ കുത്ത്. അതും യൂണിവേഴ്സിലല്ല, ഈ സാധനം ഈ വോയേജർ അവിടെ എത്തിയ ദൂരത്തിൽ നിന്ന് എടുത്തത്. ഇനി എത്ര ദൂരം പോകാണ്ടാവും? എടുത്തതാണ്. മനസ്സിലായോ? അപ്പൊ ഇനി ആ ഭൂമിയില് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ എത്രയാണോ ഉള്ളതെന്നും, ഇന്ത്യയുടെ കമ്പയർ ചെയ്യുമ്പോൾ കേരളം എത്രയാന്നുള്ളതും, അതിലൊരു ജില്ല, അതിലൊരു വാർഡ്, പഞ്ചായത്ത്, ഒരു വീട്, അതിന്റെ ഉള്ളിലൊരു ബെഡ്റൂമിലെ കട്ടിലിന്റെ മുകളിൽ ചുരുണ്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ. ഇത് സങ്കല്പിച്ചാ പോരെ? പിന്നെ ഉണ്ടല്ലോ ഇവര് ചോദിക്കുന്ന ഒരു കാര്യം, അതായത് മുസ്ലിം വിശ്വാസികൾ ചോദിക്കുന്ന ഒരു കാര്യം അള്ളാ എന്നുള്ള പേരിനെ പറ്റിയാണ്. ഞാനതെന്ന് വെച്ചിട്ടുള്ളത് റിസർച്ച് ചെയ്ത സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എന്നാണ് അർത്ഥം. ലാഹ് മറ്റേ ഇവരുടെ ഒരു ഭാഷയില്, അതായത് അന്നേരം ചില ഈജിപ്ഷ്യൻ സൈഡിലുണ്ടായിരുന്ന ആൾക്കാര് എന്താണ് അവരൊരു പേര് പറയും, അതെനിക്കിപ്പോ ചില കിട്ടുന്നില്ല. ലാഹ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നാണ് അർത്ഥം. ഈ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഗോഡ് എന്നാണ്. അല്ലാണ്ട് അതിനൊരു മീനിങ്ങും ഇല്ല. ദ ഗോഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വൺ ആൻഡ് ഓൺലി ഗോഡ് എന്നുള്ള അർത്ഥത്തില് അല്ലാഹ് എന്നുള്ളത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിന് യാതൊരു മീനിങ്ങും ഇല്ല. എന്താണ് അതും പറയാൻ എന്താണ് ഞാനത് ഇവർക്ക് തോന്നുന്ന പോലെയാണ് അതിനെ പരിഗണിക്കുക. അൽ ഇലാഹ് എന്നാണ്. അൽ ഇലാഹ് എന്നുള്ള അർത്ഥത്തിൽ അറബി വാക്കാണെങ്കിൽ ദൈവത്തെ ഇപ്പൊ യാഹുവേ എന്ന് വിളിക്കുന്നതിൽ ഇപ്പൊ എന്താ കുഴപ്പം? എന്തിനാണ് ദൈവമേ എന്ന് വിളിച്ചെന്താ കുഴപ്പം? അപ്പൊ അത് അങ്ങനെയല്ല. അവർക്ക് അത് ഓരോ സെഗ്മെന്റിൽ എവിടെ നിന്നിട്ടാണ് ഇവർ പറയുന്ന പ്രതലത്തിനനുസരിച്ചാണ് ഇതിന്റെ അർത്ഥം വരിക. പിന്നെ ഈ അല്ലിലാഹ് എന്ന് പറയുന്ന ദൈവത്തിന്റെ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രബലമായിട്ടുള്ള സങ്കല്പം എന്ന് പറയുന്നത് ലാത്തയും ഉസ്സയും മനാത്തയാണ്. കാരണം അവർ ദൈവത്തിന്റെ നേരിട്ടുള്ള പുത്രികളാണ്. അൽ ഇലാഹിന്റെ പുത്രിമാരാണ് ഇവര്. അപ്പോ അത് മാത്രല്ല, മുഹമ്മദ് നബിയുടെ കുടുംബത്തിലുള്ള ആൾക്കാർ, ഇപ്പം മുഹമ്മദ് നബിയുടെ വാപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണ്, ദൈവത്തിന്റെ ദാസൻ എന്നാണ്. പക്ഷെ ഇവര് അബൂലഹബ് എന്ന് കളിയാക്കി വിളിക്കുന്ന ആളുടെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്, ഉസ്സയുടെ ദാസൻ എന്നാണ്. ഈ മനാത്ത് എന്നുള്ള പേര് നമ്മുടെ നാട്ടിൽ മനാഫ് എന്നുള്ള പേരുണ്ട് ശരിക്ക്, അബ്ദു മനാഫ്. ശരിക്കും ഈ മനാഫ് എന്നുള്ള പേര് ഇടാൻ പാടില്ല എന്നാണ് പറയാ. ഇസ്ലാമികമായിട്ട് ആ മനാഫ് ഇല്ല, കാരണം അത് മനാത്താണ്. ഉസ്സ മനാത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംഗതികൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇത് വിശ്വാസികളെ സംബന്ധിച്ച് ഇങ്ങനെ ലോജിക്കലായിട്ട് ചിന്തിക്കുക അങ്ങനെയൊന്നുമല്ല. ഇവരുടെ വിശ്വാസത്തിനെതിരെ പറയുന്ന ആളുകളെ തോൽപ്പിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കുമ്പോ മൂല്യന്മാര് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പൊ ഈ പ്രപഞ്ച വീക്ഷണത്തെ കുറിച്ച്, ഇപ്പൊ ബിഗ് ബാങ്ങിനെ കുറിച്ചും അതേപോലെ തന്നെ ഇവര് ബിഗ് ബാങ്ങിനെ കൊണ്ടുവന്നിട്ട് ഭൂമിയും
ആകാശവും ഒന്നിച്ചു ചേർന്നതായിരുന്നു, പിന്നീട് അതിനെ വേർപ്പെടുത്തി എന്ന് പറയുന്നതിനെ എടുത്തിട്ട് മനസ്സിലായി. അപ്പൊ ബിഗ് ബാങ് എന്നാണ് ഭൂമിയും ആകാശവും തമ്മിലുള്ള അപ്പൊ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയ എന്തൊരു സാധനമാണ് ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വ്യാസത്തിന് സമാനമായിട്ടുള്ള ഒരു ഇത് വിസ്തീർണം അതിന് വരാൻ പാടുള്ളൂ. ഭൂമിയുടെ ചുറ്റളവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ലേ ഇപ്പൊ അത് വരാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെയാണ് അവരുടെ കൺസെപ്റ്റ്. അപ്പൊ പിന്നെ അതിങ്ങനെ വികസിപ്പിക്കുകയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ ബിഗ് ബാങ് എന്ന് പറഞ്ഞത് ഭൂമിയിൽ നിന്ന് സംഭവിച്ച, ഭൂമിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ച എന്തൊരു കാര്യമായിട്ടാണ് ഇവർ പറയുന്നത്. ഒന്നാമത് അത് അങ്ങനെയല്ല, ഇതൊരു ജലവിധാനമാണ്. ബൈബിളിലെ കഥയുണ്ടല്ലോ, ഇതൊരു വിധാനമായിരുന്നു, അതിനു മുകളിൽ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈ ജലവിധാനത്തെ ദൈവം ആകാശമായിട്ട് ഉയർത്തി എന്ന് പറയുന്ന ആ ഒരു ഡോം ഉണ്ടാക്കി എന്ന് പറയണ്ടല്ലോ, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഈ സാധനം. അതാണ് ഇസ്ലാമിലേക്ക് വരുമ്പോഴത്തേക്ക് അദൃശ്യമായ തൂണുകളാൽ ഉയർത്തി നിർത്തിയ കനോപ്പിയാണ് ശരിക്കും ആകാശം. തൂണുകളില്ലാന്നല്ല, തൂണുകൾ നമുക്ക് കാണുന്നില്ലാന്നേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പൊ അതിന്റെ താഴെയാണ് ഈ പറഞ്ഞ നക്ഷത്രങ്ങളെ അലങ്കാരമായിട്ട് വെച്ചിട്ടുള്ളത് ഒന്നാം ആകാശത്ത്. അപ്പൊ ഇങ്ങനത്തെ കഥകളാണ്. അപ്പൊ ഇത് അതേപോലെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ബിഗ് ബാങ് ഖുറാനിൽ ഉണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ മൗലവിമാരാണ്. പിന്നെ ഈ നമ്മുടെ പരിണാമം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഉസ്താദ്മാരാണ്. ഈ ഉസ്താദ്മാര് പരിണാമം പഠിപ്പിക്കുന്നതിന്റെ പ്രശ്നമാണ് കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസം. പിന്നെ കുറച്ച് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ശാസ്ത്രീയമായ അറിവുള്ള ആളുകളായിട്ടുള്ള ചില പോഡ്കാസ്റ്റുകളും കൂടി ആലോചനയിലുണ്ട്. അപ്പോ അതിൽ ചില ആളുകളുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സയൻസുമായിട്ട് ബന്ധപ്പെട്ട അത്ര ആഴത്തിൽ പോയിട്ടുള്ള ആളല്ല. എന്റെ മേഖല എക്കണോമിക്സ് ഒക്കെ ആയിരുന്നു പഠന സമയത്ത്. അപ്പോ നമുക്ക് സോഷ്യോളജിയും സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ താല്പര്യ വിഷയം. അപ്പൊ എന്തായാലും സയൻസ് അറിയാവുന്ന ആളുകൾ, അപ്പൊ അതേ സമയത്ത് ഈ സയൻസ് വെച്ചിട്ട് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന മേഖലയല്ലല്ലോ ഈ സയൻസിന്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. നമ്മളുടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും നമ്മൾ ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ സംവദിക്കാനോ പഠിക്കുന്ന സയൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അവിടെയാണ് ഇവര് പിന്നെ ചില എന്താ പറയാ ആളുകളെ കബളിപ്പിക്കുന്ന പരിപാടികൾ ചെയ്യുന്നത്. വിശ്വാസികളെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതോടുകൂടി ഇതിന്റെ പൊള്ളത്തരമൊക്കെ ഞാൻ മനസ്സിലാക്കി, ഈ പൊള്ളത്തരങ്ങളൊക്കെ വെച്ച് മനസ്സിലാക്കിയ സമയത്താണ് ഞാൻ വിട്ടത് ഈ പരിപാടി. മനസ്സിലായി. അത്തരം കാര്യങ്ങളും കൂടി ആലോചനയിലുണ്ട്, പ്രോഗ്രാമുകൾ. അങ്ങനെ കുറച്ച് ഓരോ മേഖലയിലും വൈദഗ്ധ്യമുള്ള ആളുകളായിട്ട് അതിന്റെ വിശദാംശങ്ങൾ ഒരു പോഡ്കാസ്റ്റ് പോലെ ഇന്റർവ്യൂ ചെയ്യണം. വൈശാഖൻ തമ്പിയൊക്കെ ഒരു ബെസ്റ്റ് ആളാണ്. കുറെ പേരുണ്ട്. നമ്മൾ ഈ മേഖലയിലൊന്നും പരിചയമില്ലാത്തവരാണെങ്കിലും മതിയല്ലോ, വിഷയത്തിൽ അവഗാഹമുള്ള ആളുകളെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പരിചിതമല്ലാത്ത മുഖങ്ങളും വരട്ടെ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ അധികം താമസിയാതെ തുടങ്ങും. എന്റെ ചില പരിപാടികൾ ഇങ്ങനെ അതിന്റെ പുരോഗതി. ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി, താങ്ക് യു. ശരി, ഓക്കെ, താങ്ക് യു.